യുക്തിവാദികളുടെ നേതാവ് സി രവിചന്ദ്രൻ ഈയിടെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് ഈ ഖിത്താൻ കഴിക്കൽ, സുന്നത്ത് കഴിക്കൽ ഭയങ്കര പെയിൻഫുൾ ആണെന്നാണ്. മൂപ്പരാള് 10 വട്ടം കഴിച്ചതുപോലെ ഉണ്ട് വർത്താനം കേട്ട. ഭയങ്കര വേദനയാണ്. അവോട് പറയണത് കേട്ടിട്ട് ചുണ്ടൊക്കെ കൊണ്ട് ചുളിച്ച് വേദനന്റെ ഉക്കൊണ്ടേ. വൈദ്യശാസ്ത്രം തീരെ വികസിക്കാത്ത കാലത്ത് നാട്ടിലുള്ള ഏതോ ഒരു സാധു മനുഷ്യൻ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയിരുന്നൊരു കാര്യമാണിത്. ഇത് കഴിച്ച ഈ സദസ്സിലുള്ള ആർക്കും അതിൻ്റെ വേദന കൊണ്ട് വിഷമമൊന്നുമില്ല. ചില കുട്ടികളുണ്ട് ഘട്ടം ഘട്ടമായിട്ട് 4-5 വട്ടമായിട്ട് കഴിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കണവർ. കാരണം അന്ന് കിട്ടിയ ചീരണി, അന്ന് കിട്ടിയ വണ്ടി, അന്ന് കിട്ടിയ നോട്ടും, പൊട്ടണ നോട്ടും, പേഴ്സും, ഡ്രസ്സും ഒക്കെ പാടെ കണ്ടിട്ട് ഇത് ഒറ്റയടിക്ക് തീർന്നു പോകണ്ടായിരുന്നു. പല ഘട്ടങ്ങളായിട്ടാണെങ്കിൽ അന്നൊക്കെ അത് എൻജോയ് ചെയ്യായിരുന്നു എന്ന് വിചാരിക്കണവർ പോലും ഉണ്ടാവും. എന്നിട്ട് ആ മറ്റേ ആൾക്ക് ഭയങ്കര വിഷമം, ഭയങ്കര പെയിൻഫുള്ളാണ്. ഇയാൾ ആരാന്ന് നോക്കണം. പെണ്ണാവാൻ വേണ്ടി ആ സംഗതിയൊക്കെ ഉടലോടെ മാന്തി കളയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അതാ പ്രശ്നം. പെണ്ണാവാനെന്ന് കൊതിച്ച് നടന്നിട്ടേ സിലിക്കൺ കുത്തിവെച്ച് അവിടെ ഇവിടെയൊക്കെ പൊക്കിയിട്ടേ ലാസ്റ്റ് ഇത് മുറിച്ച് കളയണ ഒരു ഘട്ടമുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചെയ്ത് നോക്കുക, ഇംഗ്ലീഷിലും അറബിയിലൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ്. എത്ര മാരകം! 10-12 മേജർ സർജറി നടത്തണം. അത് കഴിഞ്ഞിട്ട് രൂപം ഉണ്ടാക്കാനും മറ്റും 1-ലധികം പ്ലാസ്റ്റിക് സർജറി നടത്തണം. 1-1.5-2 വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തണം, കുത്തിവെക്കണം. ജീവിതകാലം മുഴുവനും ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടരണം. ഭയങ്കര സാമ്പത്തിക ബാധ്യത, വലിയ വേദന, വിവിധങ്ങളായ പ്രശ്നങ്ങൾ. ഇതെല്ലാം ഉണ്ടായിട്ടും ആണിന് പെണ്ണായിക്കോളൂ, പെണ്ണാണായിക്കോളൂ എന്ന് പറഞ്ഞ് ഈ LGBTQIA+ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതിൻ്റെ തുമ്പത്ത് ഇത്തിരി മുറിക്കുമ്പോൾ ഭയങ്കര പെയിൻഫുൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വീണതാണ് നമ്മുടെ യുവാക്കളെ മാത്രമൊന്നും ഞാൻ പറയണില്ല, അതിൻ്റെ മേലുള്ളവരും. നമ്മുടെ യുവതികൾ ഫെമിനിസ്റ്റൊക്കെ മുന്നോട്ട് വെച്ച സിദ്ധാന്തം അതായിരുന്നു. പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അതിനൊരു മോചനം വേണം. ലോകത്ത് പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മോചനത്തിനു വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആദർശമാണ് ഇസ്ലാം. ജീവിക്കാൻ അവകാശമില്ലാത്ത പെൺകുട്ടികൾക്ക് ജീവൻ നേടിക്കൊടുത്തത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് സൂറത്തു തക്വീറിന്റെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും. കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കും, എന്തൊരു കാര്യത്തിനാണ് നിങ്ങളെ കൊന്നതെന്ന്. ആ കൊലയാളികൾക്ക് കൃത്യമായ പണിഷ്മെന്റ് നൽകും. ക്രിസ്ത്യാനി പെണ്ണുങ്ങൾക്ക് ഈ അടുത്ത് കോടതി വ്യവഹാരങ്ങൾ മുഖേനയാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്തിൽ അവകാശം ഉണ്ടായത്. മുസ്ലിം പെൺകുട്ടികൾക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്തിൽ അനന്തരാവകാശം നൽകിയത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ഓൽക്ക് പൗതിയല്ലേ ഉള്ളൂ എന്നായിരിക്കും അടുത്ത ചോദ്യം.